ഹൈ ഫണ്ടഡ് ഡേസ് എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ടോപ്പ് 10 സീരീസിലെ 7ാം സ്ഥാനത്ത് വന്നേക്കുന്ന ടോപ്പ് 1 ട്രേഡറെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ടോപ്പ് 1 ട്രേഡർ CFDയിൽ പുതുതായിട്ട് വന്നേക്കുന്ന ഒരു കമ്പനിയാണ്. ടോപ്പ് 1 ഫ്യൂച്ചർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പേ ഔട്ട് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ടോപ്പ് സ്റ്റെപ്പിനോടൊപ്പം തന്നെ ഫ്യൂച്ചേഴ്സിന്റെ ഫാമിലിയിൽ 2ാം സ്ഥാനത്താണ് ടോപ്പ് സ്റ്റെപ്പ് വരുന്നത്. അതിന് തൊട്ട് താഴെ വരുന്ന ഒരു ഫേമാണ് ടോപ്പ് 1 ഫ്യൂച്ചർ. അതിന്റെ തന്നെ അവരുടെ തന്നെ ഒരു CFD ഫേമാണ് ടോപ്പ് 1 ട്രേഡേഴ്സ്. ഇതിന്റെ നമുക്ക് ഏതെല്ലാം റൂൾസ് അല്ലെങ്കിൽ ഇതിന്റെ ഏതെല്ലാം പ്ലാനുകളാണ് നല്ലത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. നമുക്ക് ഇവരുടെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്രേഡർ ലോക്കർ ഉണ്ട്, മാച്ച് ട്രേഡർ ഉണ്ട്, സി ട്രേഡർ ഉണ്ട്, മെറ്റാ ട്രേഡർ ഉണ്ട്. എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടം മെറ്റാ ട്രേഡർ 5 ആയിരിക്കും. എൻ്റെ ഒരു ഇതനുസരിച്ചാണ് ഞാൻ സി ട്രേഡർ ആണ് പ്രിഫർ ചെയ്യാറ്. സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ സി ട്രേഡർ ആയിരിക്കും. മെറ്റാ ട്രേഡർ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചേക്കുന്ന ഒന്നായതുകൊണ്ട് മെറ്റാ ട്രേഡർ തന്നെയായിരിക്കും നിങ്ങൾക്കും റിലയബിൾ ആയിട്ട് തോന്നുക. നമുക്ക് ഇവരുടെ പ്ലാൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 സ്റ്റെപ്പിൽ ഉണ്ട് ഇവർക്ക്, അതുപോലെ 2 സ്റ്റെപ്പ് ഉണ്ട്, ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഉണ്ട്, ഇൻസ്റ്റന്റ് പ്രൈം എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീക്കിൽ ഇവർ 70% ഓഫർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ പ്ലാൻസ് കാര്യങ്ങൾ ഏതെല്ലാം റിസ്ക് കാര്യങ്ങളെല്ലാം ഈ ഒരു പേയ്മെന്റ് ഉള്ളിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് 1 സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇവരൊരു പ്ലാനിനെ കുറിച്ചിട്ടാണ്. 1 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഒരു 5K മുതൽ 200K വരെയുള്ള ക്യാപ്പ് നൽകുന്നുണ്ട്. അതിൽ തന്നെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് നൽകുന്നത് 90% ഉണ്ട്. $5000 1 സ്റ്റെപ്പാണ്. പ്രോഫിറ്റ് ടാർഗറ്റ് 10% ആണ്. അപ്പോൾ 10% നമ്മൾ ഏകദേശം $500 ഉണ്ടാക്കണം. അതേസമയം നമ്മൾ 2 സ്റ്റെപ്പിന്റെ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പിൽ 8% ഉണ്ടാക്കണമായിരുന്നു. അപ്പൊ ടോട്ടൽ 12% നമ്മൾ 2 സ്റ്റെപ്പിൽ എടുക്കണം. 1 സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ ഒരു 10% എടുത്താൽ മതിയാവും. അതേപോലെ ഡെയിലി ലോസ് ലിമിറ്റ് 4% ആണ്. മാക്സിമം ട്രെയിലിംഗ് ഡ്രോഡൗൺ എന്ന് പറയുന്നത് ട്രെയിലിംഗ് ഡ്രോഡൗൺ ആണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 7% ആണ്. ലിവറേജ് 1:10 ഉള്ളൂ. അതേപോലെ തന്നെ ഹോൾ ടൈം വീക്കെൻഡ് അലൗഡ് ആണ്. ടൈം ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ടൈം ലിമിറ്റ് എന്ന് പറയുമ്പോഴും ഒരു ഇന്നാക്റ്റീവ് പീരീഡ് ഉണ്ടാവും. അത് എല്ലാവരും ഏതൊരു ഫേം ആയാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ഇത്ര മാസത്തിനുള്ളിൽ ചലഞ്ച് പാസ്സാക്കിയാൽ മതിയാവും. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടി FAQ പോയിട്ട് കൃത്യത വരുത്താം. നമുക്ക് ഇതിന് വരുന്നത് ഏകദേശം $17 വരുന്നത്. 5Kയുടെ 1 സ്റ്റെപ്പ് വരുന്നത് $17 വരുന്നത്. അതേപോലെ നമുക്ക് 2 സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ 2 സ്റ്റെപ്പ് ചലഞ്ച് 5K നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് സ്പ്ലിറ്റ് 90 ഉണ്ട്. പ്രോഫിറ്റ് ടാർഗറ്റ് 8% ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് 5% ആണ് പ്രോഫിറ്റ് ടാർഗറ്റ്. ഡെയിലി ലോസ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ ഏകദേശം $250 വരും. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ഡെയിലി ലോസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏകദേശം 5% എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാവരും ചലഞ്ച് ഫെയിലായി പോകുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ ഈ $250 കൃത്യമായിട്ട് $2 ഡിഫറൻസിലൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ഡെയിലി ലോസ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എല്ലാവരും 1% ഒക്കെ റിസ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ലോസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇമോഷനൊക്കെ കയറി നല്ല ആവശ്യമില്ലാത്ത ട്രേഡിലേക്കൊക്കെ പോയി കുളമാക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന ഡെയിലി ലോസിന്റെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ 5% പറയുന്നുണ്ടെങ്കിൽ $250 നിങ്ങൾക്ക് ഡെയിലി ലോസ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും 200 190 ആ റേഞ്ചിലേക്ക് എപ്പോഴും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിന് മുകളിലേക്ക് വന്ന് ചിലപ്പോൾ സ്പ്രെഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം ഡ്രോഡൗൺ സ്റ്റാറ്റിറ്റിക് ആണ്. 10% ഉണ്ട്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി റൂൾ ഉണ്ട് 2 സ്റ്റെപ്പിൽ. ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു ചലഞ്ച് നോക്കിയപ്പോൾ പ്രൈസ് കാര്യങ്ങളെല്ലാം വച്ച് നോക്കിയപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയെങ്കിലും ഈ കൺസിസ്റ്റൻസി വരുന്നത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നി. അതേപോലെ തന്നെ വേറൊരു കാര്യം 1:30 ഉള്ളൂ എക്സ്പോഷർ. അത് ഞാൻ നോക്കിയിട്ട് 1:100 ആണ് എല്ലാവരും 2 സ്റ്റെപ്പിൽ കൊടുക്കുമ്പോൾ. മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. അതേപോലെ തന്നെ $39 വരുന്നത്. പ്രൈസ് 32 ഒക്കെയാണ് നമുക്ക് മറ്റു ഫേമസും ഫണ്ടിങ് പിപ്സും ഫണ്ട് നെക്സ്റ്റ് ഒക്കെ വരുന്നുള്ളൂ. അത് കുറച്ച് പ്രൈസ് ഓവർ പ്രൈസ് ആയിട്ട് തോന്നി. അതേപോലെ ഒരു ഡീമെറിറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് 1:30 ആണുള്ളത്. നമുക്ക് 50K വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 195 വരുന്നുണ്ട്. ഏകദേശം 280 240 ഒക്കെയാണ് മറ്റ് കമ്പനികളിൽ വരുന്നത്. ഇവിടെ നമുക്ക് ഓഫർ ഇവർ 40% ഓഫറാണുള്ളത്. അതേപോലെ തന്നെ ഇവർ ഇൻസ്റ്റന്റ് ഫണ്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5Kക്ക് വരുന്നത് പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല. ഡെയിലി ലോസ് ലിമിറ്റ് 3%, അപ്പോൾ $150. മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 6%. 300 വരെയാണ് നമുക്ക് ഡ്രോ ഡൗൺ വരുത്താൻ പറ്റുന്നത്. ഒരു എക്സ്പോഷർ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന് ടൈം ലിമിറ്റ് അൺലിമിറ്റഡ് എന്ന് കാണിച്ചു. കൺസിസ്റ്റൻസി 50%. എല്ലാ ഫേംസിനും കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. ഇവരുടെ പ്രൈസ് 37 വരുന്നുണ്ട്. മറ്റ് ഫേംസ് ഒക്കെ എനിക്ക് തോന്നുന്നു 66 ഒക്കെയാണ് പിപ്സ് ഒക്കെ വരുന്നത്. അപ്പൊ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈസ് ഓക്കെ, പക്ഷെ കൺസിസ്റ്റൻസി സ്കോർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി ലോസ് ലിമിറ്റ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അവര് ഒന്നും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50Kക്ക് 217 വരുന്നത്. മറ്റു കമ്പനികൾ 300 മുകളിലൊക്കെ വരുന്നുണ്ട്. ഇൻസ്റ്റന്റ് പ്രൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ 70% ഓഫർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് ഓക്കെ, ഇത് ഓക്കെയാണ്.
ഇവിടെ ഇവർ വേറൊരു രീതിയിലാണ് ഈ ഇൻസ്റ്റന്റ് പ്രൈമിനെ കൺസിസ്റ്റൻസി അല്ല ഇക്വിറ്റി സ്റ്റെബിലിറ്റി സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിലാണ് ഒക്കെ വരുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനുള്ള ഒരു കാര്യമാണ് അത്. നമുക്ക് ഏകദേശം $26 വരുന്നത്. ഇത് എനിക്ക് അത്ര മറ്റ് കമ്പനികളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിലത്ര ഒരു വർത്ത് പ്രൈസ് ആയിട്ട് തോന്നുന്നില്ല. അതുപോലെ ഇക്വിറ്റി സ്കോർ എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അത്ര ഇതായിട്ട് തോന്നുന്നില്ല. ട്രേഡിംഗ് വ്യൂ ആക്സസ് ഉണ്ട്, മാച്ച് ട്രേഡർ, മെറ്റാ ട്രേഡർ, മെസ്സി ട്രേഡർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു പേ ഔട്ടിന്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നും ഫേമല്ല. ഇവർ ഏറ്റവും കൂടുതൽ ഫണ്ടഡ് ഫ്യൂച്ചർ ആയിരുന്നു. ടോപ്പ് വൺ ഫ്യൂച്ചർ ഉള്ള സമയത്ത് ഇപ്പോഴും ഉണ്ട് അത്. ആ ഫേം നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. അതുപോലെ നമുക്ക് FAQ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഫണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേ ഔട്ടിന് 60% ആയിരിക്കും, സെക്കൻഡ് പേ ഔട്ട് 70%. കാരണം ഓരോ പെർസെന്റേജ് ബേസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റന്റ് വരുന്നത്. അപ്പൊ അതും അത്ര ഒരു നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പേ ഔട്ട് പക്കയായിട്ട് നമുക്ക് കിട്ടും. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി റൂൾ 2 സ്റ്റെപ്പിലാണ് വരുന്നത്. അപ്പൊ 2 സ്റ്റെപ്പിലൊന്നും കൺസിസ്റ്റൻസി റൂൾ അങ്ങനെ മറ്റു ഫേംസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ വെറുതെ ഈ ഒരു ഫേമിന്റെ ഇതിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു കൺസിസ്റ്റൻസി റൂൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട് 50K അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഏകദേശം 8% USD നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോ സിംഗിൾ ഡേയ്സ് പ്രോഫിറ്റ് ക്യാൻ ബി മോർ, ഒരു 50% നമ്മൾ എന്താ പറയാ ടോട്ടൽ പ്രോഫിറ്റിന്റെ 50% എടുത്താൽ മതിയാവും. അതാകുമ്പോൾ നമുക്ക് 2000 USD വെച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് നോക്കിയാൽ മതിയാവും. ഡേ 2 2000 പ്രോഫിറ്റ് എടുക്കുന്നു, ഡേ 1 2000 എടുക്കുന്നു, ഡേ 2 2000. അങ്ങനെ വരുമ്പോൾ സ്കോർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 50% പാസ്സായി. നമുക്ക് 50% ആണ് വരുന്നത്. ഡെയിലി വരുന്ന പ്രോഫിറ്റിന് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒരു വരുന്നത്. ഡെയിലി വരുന്ന പ്രോഫിറ്റ് ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക 100 വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് എത്ര പെർസെന്റേജ് വരുന്നത് അതിനാണ് വരുന്നത്. അത് നമ്മൾ നിങ്ങൾ ഇപ്പൊ ഒരു പാസ്സാവാൻ ഉള്ള സമയത്ത് നമ്മൾ ഒന്നുകൂടി ചിലപ്പോൾ 51 മുകളിലാണ് 2 ദിവസം കൂടി ഒന്ന് ട്രേഡ് ചെയ്ത് ചെറിയൊരു $100 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 50ക്ക് ഉള്ളിലാകും. അപ്പൊ അങ്ങനെ ഇത് വലിയൊരു മലമറിക്കുന്ന പ്രശ്നമൊന്നുമല്ല കൺസിസ്റ്റൻസി സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയ കുഴപ്പമില്ല. പക്ഷെ 2 സ്റ്റെപ്പിനകത്ത് ഇത് വന്നതാണ് എനിക്കത് അത്ര അങ്ങോട്ട് നല്ലൊരു ഇതായിട്ട് തോന്നില്ല. ഇക്വിറ്റി സ്റ്റെബിലിറ്റി സ്കോർ ആണ് പിന്നെ നോക്കാനുള്ളത്. ഇതാണ് ഇൻസ്റ്റന്റ് ഫണ്ടിൽ വരുന്ന ഒന്നാണ്. അണ്ടർസ്റ്റാൻഡിംഗ് 20% വരുന്നുണ്ട്. അത് ഇൻസ്റ്റന്റ് പ്രൈം അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ്. നല്ല പ്രൈസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫോർമുല വരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇക്വിറ്റി സ്റ്റെബിലിറ്റി സ്കോർ ലാർജസ്റ്റ് വിന്നിംഗ് ഡേ ആൻഡ് യുവർ ലാർജസ്റ്റ് ലോസിംഗ് ഡേ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മെറിറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് ലാർജസ്റ്റ് വിന്നിംഗ് ഡേ 400 വരുന്നത്, ലാർജസ്റ്റ് ലോസിംഗ് ഡേ 350 എക്സാമ്പിൾ. ടോട്ടൽ പ്രോഫിറ്റ് അദ്ദേഹം ഒരു 3750 എടുത്തില്ലെങ്കിൽ അത് നമുക്ക് ലോസ് നമ്മൾ മൊത്തം നോക്കും. ആദ്യം 400 പ്ലസ് ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ലോസ് ഏതാന്ന് നോക്കും, ഏറ്റവും വലിയ പ്രോഫിറ്റ് എടുക്കും, പ്ലസ് നമ്മൾ 350 ടോട്ടൽ കിട്ടുമ്പോൾ 750 കിട്ടുന്നുണ്ട്. ഇനി 750നെ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 0.20 മൾട്ടിപ്ലൈ ചെയ്യുക 100 കൊണ്ട്. അപ്പോൾ ഈ 20% വരുന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സായി എന്നുള്ള ഓപ്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു ESSന്റെ സ്കോർ കണക്ക് കിട്ടുന്നത്. ഇത് കുറച്ച് മിക്ക ഫേംസും ഈ ഒരു രീതി കൊണ്ടുവരാനായിട്ട്, പ്രത്യേകിച്ച് ഫ്യൂച്ചർ ഫേംസിൽ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എത്ര നല്ലൊരു ഇൻസ്റ്റന്റ് ഫണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ഇത്തരത്തിൽ ഒരു ഫേമിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളത് ഉണ്ട്. അതേപോലെ തന്നെ KYCനെ കുറിച്ചും കുറെ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ ഇവർ കൊടുത്തിട്ടുണ്ട്. 1 സ്റ്റെപ്പ് ആൻഡ് 2 സ്റ്റെപ്പിന്റെ കമ്പാരിസൺ. പ്രോഫിറ്റ് ടാർജറ്റ് 10%, 2 സ്റ്റെപ്പിൽ 12% വേണ്ടി വരും. ഡെയിലി ഡ്രോഡും 4%, 2 സ്റ്റെപ്പിൽ 5% ഉണ്ട്. ലിവറേജ് വളരെ കുറവാണ് ഇവരുടെ എല്ലാ പ്ലാൻസും, വളരെ കുറവാണ്. അതന്നെ ഒരു ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. കൺസിസ്റ്റൻസി റൂള് ഫസ്റ്റ് സ്റ്റെപ്പിനില്ല, സെക്കൻഡ് സ്റ്റെപ്പിനുണ്ട്. പേ ഔട്ട് ഫ്രീക്വൻസി 14 ദിവസമാണ് സ്റ്റാൻഡേർഡ് ഇതാണ്. അതുപോലെ തന്നെ ആഡ് ഓൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 days കിട്ടും. വീക്കെൻഡ് അലൗഡ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ്, ഓവർനൈറ്റ് ഹോൾഡിംഗ് അലൗഡ്, ന്യൂസ് ട്രേഡിംഗ് അലൗഡ്. ചലഞ്ച് ബേസിൽ അത് ഫണ്ടറിലേക്ക് വരുമ്പോൾ ന്യൂസ് ട്രേഡിംഗ് അലൗഡ് അല്ല, EA അലൗഡ് ആണ്. ഡ്യൂറിംഗ് ചലഞ്ച് ഫേസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓൺലി ഡ്യൂറിംഗ് ചലഞ്ച് ഫേസിലാണ് EA അലൗഡ് ആയിട്ടുള്ളത്. പ്രോഫിറ്റ് ടാർജറ്റ് നോ പ്രോഫിറ്റ് ടാർജറ്റ് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി പോസ്റ്റ് റൂൾ ഇല്ല. പിന്നെ അതെല്ലാം ഡെയിലി ഡ്രോഡ് 3% ഉണ്ട്. ലിവറേജ് 1:50 ഉണ്ട്. ബട്ട് ലിവറേജ് ഓക്കെ, ഇൻസ്റ്റന്റ് പ്രൈമിലെ ലിവറേജ് ഓക്കെ. കൺസിസ്റ്റൻസി റൂളിൽ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിൽ 15%, ഇൻസ്റ്റന്റ് പ്രൈമിലേക്ക് വരുമ്പോൾ ഇക്വിറ്റി സ്റ്റെബിലിറ്റി സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. ഒട്ടുമിക്ക ഫ്യൂച്ചർ ഫാമിലിയും ഈ ഒരു രീതി ഉണ്ട്. പക്ഷെ CFDയിൽ അങ്ങനെ കണ്ടിട്ടില്ല. സ്പ്ലിറ്റ് വരുന്നത് 60% ഫസ്റ്റ് പേ ഔട്ട് ആണ്. ഇവിടെ 80% കിട്ടും. പേ ഔട്ട് ഫ്രീക്വൻസി 30 days ആഫ്റ്റർ റിസീവിംഗ് യുവർ ഇൻസ്റ്റന്റ് ഫണ്ടിങ്. അപ്പോൾ
ഇൻസ്റ്റന്റ് ഫണ്ടിങ് അക്കൗണ്ട് കിട്ടില്ല. അപ്പോൾ ഇത് എന്ത് പരിപാടിയാണെന്ന് മനസ്സിലാവില്ല. ഒരു ചെറിയൊരു റിവാർഡ് ക്യാപ്പ് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും നമുക്ക് പേ ഔട്ടിൻ്റെ തന്നെ 14 days പ്രൊഡ്യൂസിങ് യുവർ ഇൻസ്റ്റന്റ് പ്രൈം അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം തുടങ്ങിയാണ് ഇത് കണക്കാക്കുന്നത്. പ്രൈമിൽ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. 14 ദിവസം ഇൻസ്റ്റന്റ് ഫണ്ടിങ് എന്ന് പറയുന്ന പ്ലാനിൽ 30 ദിവസത്തെ ട്രേഡിംഗ് ഉണ്ട്. യെസ് അലൗഡ് നോട്ട് അലൗഡ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ന്യൂസ് ട്രേഡിംഗ് നോട്ട് അലൗഡ്, അലൗഡ് വിത്ത് ന്യൂസ് ട്രേഡിംഗ് ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂസ് ട്രേഡ് ചെയ്യാം പ്രൈമിൽ. കുറേ കാര്യങ്ങളൊക്കെ ഓരോ ഡെയിലി പോസ്റ്റ് ഉണ്ട്. ഇൻസ്റ്റന്റ് പ്രൈം ഡെയിലി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2% സിംഗിൾ ലോട്ടിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഗോൾഡിൽ എനിക്ക് എടുക്കാവുന്ന റിസ്ക് എന്ന് പറയുന്നത് 2.5 ആയിരിക്കും. ഒരു സോഫ്റ്റ് ബ്രീച്ച് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. മറ്റു ഫേംസും മിക്ക ഫേംസും ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് FTMO വരെ നമുക്കൊരു ലൈവ് അക്കൗണ്ടിലേക്ക് ഒരു 1% റിസ്ക് ആണ് സിംഗിൾ ട്രേഡിൽ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിവ്യൂ വന്നിട്ടുണ്ട് അവർക്ക്. അപ്പോൾ എല്ലാ ഫേംസും ഒരു സിംഗിൾ ട്രേഡിൽ അധികം റിസ്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫേമിനെ മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേ ഔട്ടിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേമിനെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു 7ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. പേ ഔട്ടിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫേമാണ്. പക്ഷെ നമ്മൾ ഈ കുറഞ്ഞ ലിവറേജിലും അതേപോലെ സെക്കൻഡ് ഫേസിലുള്ള ഈ ഒരു കൺസിസ്റ്റൻസി റൂളും ESS സ്കോറും ഒക്കെ വെച്ചിട്ട് ഇൻസ്റ്റന്റ് ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ടഫായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ. നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല, നല്ല പേയ്മെന്റ് പേ ഔട്ട് കിട്ടും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഓഫറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യാം. ഈ പറയുന്ന പോലെ ഓഫർ പിന്നാലെ പോകുന്ന ഗോഡ് ഫണ്ടഡിനേക്കാളും അല്ലെങ്കിൽ ഇക്വിറ്റി എഡ്ജിനേക്കാളൊക്കെ പ്രൈസ് വർത്ത് ആവുന്നുണ്ട്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പ് 1 ട്രേഡറിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പേ ഔട്ട് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ഈ ക്രൈറ്റീരിയകൾക്ക് ഉള്ളിൽ നിന്നിട്ട് വേണം ട്രേഡ് ചെയ്ത് എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ വണക്കം.